ഓക്കെ, ഞാൻ നിന്ന് കഴിഞ്ഞ കെമിസ്ട്രിയുടെ റിവ്യൂ പറയാൻ പോകുന്നത്. ഇത് ആദ്യത്തെ സെറ്റ് ആണ്, അപ്പോൾ പറിച്ചു പോയി സത്യം പറഞ്ഞാൽ. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ട്, നോക്കാം. ഇതിൽ ആദ്യത്തെ ഉത്തരം ഞാൻ ഇതാണ് എഴുതിയത്, പക്ഷേ ശരിയായിട്ടുള്ള ഉത്തരം ഇതാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത്. രണ്ടാമത്തേൽ സീറോ ഓർഡർ റിയാക്ഷൻ ആണ്, അതെല്ലാവരും കിട്ടി കാണും. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ കോപ്പറും സിങ്കാണ് ഉള്ളത്. സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ട്രാൻസിഷൻ എലമെന്റ് അല്ല, ഫ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ് ആണ്. അപ്പോൾ അത് കോപ്പറാണ്, അത് ഞാൻ ശരിയാക്കി. പിന്നെ പ്രൊപ്പനോളാണ്, പ്രൊപ്പനോളുടെ ഇക്വേഷൻ എഴുതിയിട്ട് പിന്നെ അതിന് ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. പക്ഷേ എൻ്റെ തെറ്റിന്നാണ് എൻ്റെ തോന്നുന്നത്. ഞാനത് അവസാനത്തേക്ക് വെച്ച് വൺ വേർഡ് ഒക്കെ അമിനോ ആസിഡ് എടുപ്പായിരുന്നു. H2N CH2 COH. അപ്പോൾ ഇത് NH3 ആക്കാം, പിന്നെ CH2 പിന്നെ CO മൈനസ് ആക്കാം, അത് എടുപ്പായിരുന്നു. പിന്നെ ഇതിൽ അപ്പോൾ എൻ്റെ ഒരു മാർക്ക് അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. വൺ വേർഡിൽ നിന്ന് ഒരു മാർക്ക് പോയി എന്നാണ് തോന്നുന്നത്. ആറാമത്തെ ചോദ്യം കണ്ടപ്പോൾ പോയെങ്കിലും ഞാൻ ഇക്വേഷൻ എഴുതി വെച്ചു, അതിനുള്ള മാർക്ക് കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ പകുതിയോളം ചെയ്തു, പിന്നെ തെറ്റിയെന്ന് തോന്നുന്നുണ്ട്. ഫൈനൽ ആൻസർ തെറ്റായിരിക്കാൻ സാധ്യതയുണ്ട്. ഏഴാമത്തെ ഇങ്ങനെയാണ് വരുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ എഴുതി വന്നപ്പോൾ എന്തോ പോയി. ഏഴാമത്തെ ചോദ്യം ഞാൻ വിട്ടു, സബ് എക്സ്ട്രേറ്റ് എഴുതിയാണ്. പിന്നെ എട്ടാമത്തെ ചോദ്യം എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒമ്പതാമത്തേൽ കൊളീഷൻ ഫ്രീക്വൻസി എന്താണ് എഴുതി, എഫക്റ്റീവ് കൊളീഷൻ ചെറുതായിട്ട് പോയിന്റ് വന്നിട്ടില്ല എന്ന് തോന്നി. പത്താമത്തെ ഞാൻ എക്സാമിനറുടെ ലൈവിൽ കണ്ടിരുന്നു, അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതി. ഞാനത് ഒറ്റവട്ടം കണ്ട ഓർമ്മയിലാണ് എഴുതിയത്, എന്നാലും ശരിയായി എന്നാണ് തോന്നുന്നത്. ഇതിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസിലിക്ക്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലൈഡ് അരൈലൈഡ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനിലിക്കലൈഡ്, പിന്നെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലീലിക്കലൈഡ്. 11ാമത്തെ ആദ്യത്തെ ഞാൻ തിരിച്ചു തോന്നുന്നു. എനിക്ക് എങ്ങനെയാണ് കെമിസ്ട്രി കഴിഞ്ഞാൽ കുറേ ചിന്തിച്ച് തിരിക്കും. രണ്ടാമത്തെ ശരിയാക്കി. CH3 MgBr എന്ന് പറയുമ്പോൾ RMgX ആണ് വരുന്നത്. പിന്നെ HCH എന്ന് പറയുമ്പോൾ RCH എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ ഒരു മാർക്ക് പോയി. പിന്നെ 12ാമത്തേൽ കെമിക്കൽ ഇക്വേഷൻ എഴുതി, ഫീനോൾ തന്നെ വെച്ച്. പിന്നെ അസിഡിക് നേച്ചർ ഓഫ് ഫീനോളിന് കാരണം എഴുതി, സ്റ്റെറിക് ഇൻഡെക്സ് അങ്ങനെ തന്നെ എഴുതിയാണെന്ന് തോന്നുന്നു. പിന്നെ കെമിക്കൽ ഇക്വേഷൻ ഫോർ റിയാക്ഷൻ ഓഫ് ഫീനോൾ വിത്ത് ബ്രോമിൻ വാട്ടർ. ബ്രോമിൻ വാട്ടർ ആകുമ്പോൾ 4 സൈഡിൽ ബ്രോമിൻ വരും. പിന്നെ റിയാക്ഷൻ ഓഫ് CH3 സി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരാം, CH3 3 സൈഡിലേക്ക്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ പിന്നെ CH3 ഇതിലേക്ക് HI ആഡ് ചെയ്യണം. അത് ഞാൻ ശരിയാക്കിയെന്നാണ് എൻ്റെ ഓർമ്മ, ദൈവത്തിന് അറിയാം. പിന്നെ ആൽക്കൈലാനൈഡ് ചോദ്യം വിട്ടു, കൺവേർഷൻ അതിൽ വിട്ടു, എന്താണോ. പിന്നെ പൊട്ടാസ്യം പാലതാൽമൈഡ്, അപ്പോൾ അത് പൊട്ടാസ്യം പാലതാൽമൈഡിനെ വെറും പാലതാൽമൈഡ് ആക്കണം, എന്നിട്ട് ഗബ്രിയൽ പാലതാൽമൈഡ് സിന്തസിസ് വഴി RNH2 ആക്കാം, പ്രൈമറി അമൈൻ ആക്കാം. ഇത് നമ്മൾ പഠിച്ചായിരുന്നു, അത് എഴുതി. പിന്നെ 16ാമത്തെ എത്തനോളും വാട്ടറും പോസിറ്റീവ് ഡിവിഷൻ കാണിക്കും, അതിനുള്ള കാര്യം എഴുതി. പിന്നെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തു. പിന്നെ 17ാമത്തെ ചോദ്യം ഞാൻ എഴുതിയില്ല. 18ാമത്തെ ചോദ്യത്തിൽ ഞാൻ റേറ്റിക്കേഷൻ തന്നെ തെറ്റിച്ചു. അത് ഞാൻ ആ നേരത്ത് എനിക്ക് എന്താണോ ഓവർ തിങ്ക് ചെയ്ത് അത് തെറ്റിച്ചു. ഓർഡർ മോളിക്കുലാരിറ്റി ശരിയാക്കി 3 പിന്നെ NO ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 3 സ്ക്വയർ 9 അങ്ങനെയാണ് അവർ. അത് ഞാൻ ചെറുതായിട്ട് തിരിച്ചു. പിന്നെ അക്കൗണ്ട് ഫോളോയിങ് സ്കാൻഡിയം അതിൻ്റെ 21 പക്ഷേ സിങ്ക് 30 ആണ്. പക്ഷേ അതെന്ത് ചെയ്യുന്നില്ല, ട്രാൻസിഷൻ എലമെന്റ് ആവുന്നില്ല. സിങ്ക് ട്രാൻസിഷൻ എലമെന്റ് ആവാത്തിന് കാരണം അതിൽ അതിൽ പാർഷ്യലി ഫിൽഡ് ഓർബിറ്റൽ ഇല്ല. പിന്നെ ട്രാൻസിഷൻ എലമെന്റ് HBI എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ അതിൻ്റെ ബാക്കി എന്തോ എഴുതി. പിന്നെ 3Mn3+ ഓക്സിഡേഷൻ പ്രോപ്പർട്ടി കാണിക്കും, അതിന് കാരണം ഓക്സിഡേഷൻ പ്രോപ്പർട്ടി കാരണം ഇപ്പോൾ DD ട്രാൻസിഷൻ ആയിരിക്കും, DD ട്രാൻസിഷൻ. പിന്നെ ലാമിനോയിഡ് കോൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തു, കോസും കോൺസിക്വൻസ് എഴുതി. പിന്നെ എന്താ കോമ്പൗണ്ട് വിത്ത് മോളിക്കുലർ ഫോർമുല ഇത് എഴുതിയില്ല, ഇതും വിട്ടു. പിന്നെ ഇതിൽ വരുമ്പോൾ SOCl CH3 CH2OH, ഇവിടെ NaI അടയും. പിന്നെ ഇവിടെ ഞാൻ തിരിച്ചു, ഇവിടെ ABD C ഇട്ടില്ല, ഇത് ഫ്രീഡൽ ക്രാഫ്റ്റ് മനസ്സിലായി, ഇത് ഞാൻ എഴുതി, ഇതിൽ ഉത്തരം കിട്ടി. പിന്നെ അപ്പോൾ ഇതിൽ അരമാർക്ക് അങ്ങനെ പോകും. പിന്നെ 24ാമത്തെ എക്സ്പ്ലെയിൻ ഇനി വൈ ഹാൽഡിഗൈഡ്സ് ആർ ജനറലി മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺ, അത് എഴുതി. പിന്നെ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ റെപ്രസെന്റിംഗ് കണ്ടീഷൻ ഓഫ് HCl തെറ്റിച്ചു തോന്നുന്നു, ഇതൊക്കെ മറന്നു എന്താണോ. പിന്നെ അനിലിൻ ഈസ് ലെസ് ബേസിക് ദാൻ അമോണിയ, അത് എഴുതി. അനിലിൻ കൺവേർട്ട് ടു 4-bromo അനിലിൻ. 4-bromo അനിലിൻ എന്ന് പറയുമ്പോൾ ബ്രോമിൻ്റെ താഴെ ഈ ഭാഗത്തായിട്ട് ബ്രോമിൻ വരും, Br വരും, NH2 അത് എഴുതി. പിന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, അത് എഴുതി. അത് മോണോ ഡൈ പോളി സാക്കറൈഡ്സ്, അങ്ങനെ മോണോസാക്കറൈഡ് ഡൈസാക്കറൈഡ് പോളിസാക്കറൈഡ്, അത് എഴുതി. പിന്നെ വാൻ ഹൗസ് ഫാക്ടർ സിമ്പിൾ ആയിട്ട് അത് എഴുതി. പിന്നെ ഇതിൽ കാൽക്കുലേഷൻ പകുതി ചെയ്തിപ്പിച്ചു, ഡിസോസിയേഷൻ വരുമ്പോൾ I ചേർക്കണം, അതൊക്കെ ചെയ്തു. പക്ഷേ ഫൈനൽ ആൻസർ തെറ്റിയുണ്ട്, അപ്പോൾ മാർക്ക് പോകും. പിന്നെ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഡിക്രീസസ് ഡൈലൂഷൻ ഇൻക്രീസസ്, ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകം പറഞ്ഞത്. കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഡൈലൂഷൻ ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുന്നത്, അത് ഞാൻ കമന്റ് വായിച്ചിരുന്നു അതിനെപ്പറ്റി. അപ്പോൾ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇന്ന ചോദ്യം കിട്ടി, അത് ചെയ്തവർക്ക് താങ്ക്സ്, കമന്റ് ചെയ്തവർക്ക് താങ്ക്സ്. പിന്നെ എക്സ്പ്ലെയിൻ ദ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്, അത് എഴുതി. കോളറാഷസ് ലോ എഴുതി. 29ാമത്തേൽ ഐഡന്റിഫൈ ദ ജോമെട്രി ഓഫ് സ്പീഷീസ്, ഇത് ഞാൻ എഴുതാൻ മറന്നു തോന്നുന്നു, അവസാനത്തേക്ക് വെച്ച് അവിടെ വെച്ചു. പിന്നെ സ്ട്രക്ചറൽ ഫോർമുല എഴുതി. പിന്നെ എനർജി ലെവൽ ഡയഗ്രാം ഞാൻ ഒക്ടാഡ്രലിൽ വരച്ച് വെച്ചാൽ ശരിയാണോ. ബ്ലൂ ഗ്രീൻ കളർ കിട്ടി, അത് നമുക്കറിയാം ട്രാൻസിഷൻ എലമെന്റ് ആണ്, കളർ കോമ്പൗണ്ട് കാണിക്കും, അങ്ങനെ എഴുതി. പിന്നെ അതിന് കാരണം DD ട്രാൻസിഷൻ, പിന്നെ ലൈറ്റ് ഫ്രീക്വൻസി അബ്സോർബ് അങ്ങനെ പറഞ്ഞ് എഴുതി. 30ാമത്തെ ഞാൻ ചോദ്യം മര്യാദയ്ക്ക് വെച്ചില്ല, A and B are prepared from propene എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ ബീൻ്റെ മാത്രമേ എഴുതുള്ളൂ, എൻ്റെ മാർക്ക് എഴുതാൻ മറന്നു, അപ്പോൾ അത് ഒരു മാർക്ക് അങ്ങനെ പോകും. പിന്നെ which among the following A and B shows SN1 റിയാക്ഷൻ, അത് B ആണ്, അത് കിട്ടി ഈസിലി ജസ്റ്റിഫൈ ചെയ്യാൻ. കാരണം SN1 ആണല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി 1 എപ്പോഴും നേരെ റിവേഴ്സ് ആയിരിക്കും, 3 to 1 ഇങ്ങനെ, അതുകൊണ്ട് ഇത് കൂടുതലായിരിക്കും. പിന്നെ ഇത് ഞാൻ മറന്നു, എൽവോൾഡാഡ് RB വരുമ്പോൾ റെഡ് ഫോസ്ഫറസ് ആണെന്ന് അറിയാം, പക്ഷേ മൊത്തം ഇങ്ങനെ എഴുതാനുള്ള കാര്യം ഞാൻ മറന്നു പോയി, അതുകൊണ്ട് ഈ ചോദ്യം വിട്ടു. ഇതിൽ അപ്പോൾ മൊത്തം കൂടെ കൂട്ടുമ്പോൾ A ഉണ്ട്, A+ പ്രാർത്ഥിക്കാം. പിന്നെ നല്ല ടീച്ചർമാരുടെ കയ്യിൽ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതിപ്പോൾ ഇനി ആലോചിച്ചിട്ട് കാര്യം, അപ്പോൾ നമുക്ക് മാത്സ് നല്ല രീതിയിൽ നോക്കാം. മാത്സ് നമുക്ക് 1 വീക്ക് സമയമുണ്ട്, 1 വീക്കിൽ തരുമ്പോൾ തന്നെ അറിയാലോ. കെമിസ്ട്രിക്ക് നമുക്ക് 2 ദിവസം കിട്ടുള്ളൂ, എന്നിട്ടും അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ചോദ്യം പേപ്പറായിരുന്നു. ഫിസിക്സ് അതെ ഒറ്റ ദിവസത്തിൽ നല്ല സ്റ്റാൻഡേർഡുള്ള ചോദ്യം പേപ്പറായിരുന്നു. മാത്സ് 1 വീക്ക് തരുമ്പോൾ +1 നമുക്ക് ഇതുപോലെ തന്നെ 1 വീക്ക് കിട്ടിയിരുന്നു. അപ്പോൾ പാടാനുള്ള സാധ്യതയുണ്ട്, നല്ല രീതിയിൽ പാടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക, ഒരു ദിവസം പോലും വേസ്റ്റ് ആക്കാണ്ട് നോക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.